പത്മ പത്മ ഞാൻ കുറേ ദിവസമായിട്ട് നിങ്ങളോട് ചോദിക്കണം എന്ന് വിചാരിച്ചിക്ക. നിങ്ങൾ എന്നെ എടി പത്മേന്നൊക്കെയല്ലേ വിളിച്ചോണ്ടെന്ന്? ഇതിപ്പോ എന്ന് മുതലാ പത്മ ഒക്കെ വിളിക്കാൻ തുടങ്ങിയേ? നമ്മളെ ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിനപ്പുറത്തെ ആ ടെക്സ്റ്റൈൽസിന്റെ പേരെന്തായിരുന്നു? കണ്ണങ്കാട്ട് ടെക്സ്റ്റൈൽസ്, സുബേറിന്റെ. കണ്ണങ്കാട്ട് ടെക്സ്റ്റൈൽസ്. അവിടുന്ന് 500 രൂപയ്ക്ക് മൂസ് ആയിരിച്ചിട്ട് നിനക്ക് വാങ്ങി തന്ന കാലം ഓർമ്മയുണ്ട? അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഗ്ലൗസ് ഫ്രീ അറ്റാച്ച്ഡ് ആയിട്ട് കിട്ടും. അവിടുന്ന് ഈ ശ്യാമല് ഭൂമികയും ഋതുകുമാറും ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോഴാ കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല? ഓർമ്മയില്ലല്ലോ. അപ്പൊ എനിക്ക് ആത്മീയ ഓർമ്മയില്ല കേട്ടാ. അത് വിട്. ഇതെന്തേ കറ? അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയതാ. അന്ന് നിങ്ങൾ കൽക്കട്ടയിൽ നിന്ന് വന്നപ്പോ ഒരു സാരി വാങ്ങിക്കൊണ്ട് തന്നില്ലേ? സർവസാചി മുഖർജി എന്ന് പറഞ്ഞോരെ ഓള കളർ ഇളകിയതാ. സർവസാചി മുഖർജി അല്ല, സഭ്യസാചി മുഖർജി. രണ്ടായാലും ഓള കളർ ഇളകിയതാ. അത് ഓള എടി, സഭ്യസാചി മുഖർജി ഇസ് എ മാൻ, നോട്ട് എ വുമൺ. ഓനാ? ഓളല്ല. ഓൻ. എന്നാലും കളറിളക ഒരു നീ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയ അതിടാൻ പാടില്ലായിരുന്നു, കൈകൊണ്ട് തിരുമ്പണ്ടിനു. ഡ്രൈ ക്ലീൻ അല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് കാട്ടിയൊന്ന് ശരിയാക്കിത്താ. നല്ലൊരു ഷർട്ട്. ഇത്ര വലിയ എൻ്റെ സാരി തിരുമ്പാൻ പറ്റൂലേ? ഇതാണ് എനിക്ക് 65,000 റുപ്യൻ്റെ സാരി വാങ്ങി തരരുതെന്ന് പറയുന്നത്. 65,000 റുപ്യക്ക് 65 സാരി വാങ്ങി 65 ദിവസം കൊടുക്കാനോ? ഇതിപ്പോൾ ഞാൻ എന്ത് കാട്ടിയിട്ട് പോക്കാനാ? So now, Anjana will wear a long floral dress, just up the knee. Short skirt for Rema. Wow. കുറച്ച് ടൈൽസ് ഒക്കെ കാണട്ടെ. അയ്യോ, അത് വേണോ? രഞ്ജി ചിലപ്പോൾ പ്രശ്നമാക്കും. എന്തു പ്രശ്നം? You have torn thighs. When you have it, flaunt it. ട്രൂ. ദേ എനിക്കേ ഫുൾ കവേർഡ് എന്തെങ്കിലും മതി കേട്ടോ. മുടി മറയ്ക്കാത്തതിനേ പ്രശ്നം. Darling, I have a beautiful Versace denim for you. To go with a Valentino flowing top. ഒന്നും കാണില്ല. പോടാ. അല്ല, നിങ്ങൾ ആരുടെ കല്യാണത്തിന് ഒരുങ്ങുന്ന കാര്യം പറയുന്നത്? കല്യാണത്തിനോ? നീ പത്മയോട് പറഞ്ഞില്ലേ? ഇതൊരു സോഷ്യൽ സർവീസ് ഡ്രൈവാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? സോ ഞങ്ങളൊരു ബീച്ച്. വാട്ട് വാസ് ഇറ്റ്സ് നെയിം? ചപ്രാണം ചെല്ലാനം ഡി. യാ, ചെല്ലാനം. ആ ബീച്ച് ഞങ്ങളുടെ ക്ലബ്ബിലെ എല്ലാവരും ചേർന്ന് വൃത്തിയാക്കുന്നു. ഈ വർഷത്തെ മഴയിൽ ഇറ്റ് ഹസ് ബിക്കം സോ ഡേർട്ടി. ബീച്ച് വൃത്തിയാക്കാൻ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യുന്നത്? പിന്നെ ബ്ലൗസും കയ്യിൽ എടുത്തിട്ട് പോകണം. Oh God. എനിക്ക് സ്യൂഡോ സോഷ്യലിസം കേൾക്കുമ്പോഴാ. ടെൽ ബി മീഡിയ പത്മ. 10 ആള് കാണുന്ന ഫംഗ്ഷനാണ്. ചുമ്മാ അതൊന്നുമല്ല, 5 ലക്ഷം കൊടുക്കുന്നുണ്ട് നമ്മൾ. അതൊന്നും ആർക്കും അറിയണ്ട. അത് നല്ല കാര്യമാണ്. ഐ എം സോറി പത്മ, ഐ കൈൻഡ് ഓഫ് ലോസ്റ്റ് ഇറ്റ്. സോറി. അത് സാരല്ല. യാ. കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ രവിശങ്കർ, അതെ. ഞാൻ അപ്പോയിൻമെന്റ് എടുത്തിട്ടില്ല, ബട്ട് ഐ റിയലി നീഡ് ടു ടോക്ക് ടു യു. ഓക്കെ, കം. ഡോക്ടർ, ഐ എം എ പോൺ അഡിക്റ്റ്. എൻ്റെ ഡാഡി ഒരു പാസ്റ്ററാണ്. വെരി സ്ട്രിക്റ്റ്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സ്ട്രിക്റ്റ്. ആക്ച്വലി പോണിലേക്ക് എന്നെ ഇനീഷ്യേറ്റ് ചെയ്തത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊരു അങ്കിളാണ്. അയാൾ ആ ഇടയ്ക്ക് അവിടേക്ക് താമസം മാറി വന്നതായിരുന്നു. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഹി വാസ് ജസ്റ്റ് ട്രൈങ് ടു ബി ഫ്രണ്ട്ലി. ഒരു ലോണർ, ഫാമിലി ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം അയാൾ എനിക്ക് അയാളുടെ വീട്ടിലെ വൈഫൈയിലേക്ക് ആക്സസ് തന്നു. പിന്നെ ഹി സ്റ്റാർട്ടഡ് സെൻഡിങ് ദോസ് കൈൻഡ് ഓഫ് ലിങ്ക്സ്, യു നോ, ആ സൈറ്റ്സിൻ്റെ. പുള്ളി എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ചെയ്തതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നു കൊടുത്തത്. ഐ വാണ്ടഡ് ടു റിബൽ അഗൈൻസ്റ്റ് മൈ ഡാഡ്. പുള്ളി പാവങ്ങളെ പറ്റിച്ചുണ്ടാക്കുന്ന കാശിലാണ് ജീവിക്കുന്നതെന്നുള്ളൊരു ഗിൽറ്റ്. പിന്നെ ദ വേ ഹി ട്രീറ്റ്സ് മൈ മദർ. ഓഫ് കോഴ്സ് ഇവൻച്വലി ഹി ഡിമാൻഡഡ് ഹിസ് പൗണ്ട് ഓഫ് ഫ്ലെഷ്. ഈ പറഞ്ഞ അപ്പുറത്തെ വീട്ടിലെ അങ്കിൾ ട്രാൻസ്ഫറായി ഗോവയ്ക്ക് പോയി. പക്ഷേ അയാളുണ്ടാക്കിയ ആ ഹാബിറ്റ്, ഇറ്റ് സ്റ്റേസ് വിത്ത് മീ. ദാറ്റ് അഡിക്ഷൻ ഇസ് കില്ലിങ് മീ.
എനിക്കറിയാം ഇറ്റ് വിൽ റൂയിൻ മൈ ലൈഫ്, മൈ മാരേജ്, എവ്രിതിങ്. ഞാനിപ്പോൾ വിയേർഡായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നു. ബ്ലഡി ഓജീസ്, യു നോ ഓൾ ദിസ് കിങ്കി സ്റ്റഫ്. ഇങ്ങനെ പോയാൽ either I'll become a nymphomaniac or I will die. You will not die. You won't become a nymphomaniac. You know why? മറിയ എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നത് എന്തിനാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. മോളുടെ അഡിക്ഷൻ തിരിച്ചറിയുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ആക്ച്വലി യു ആർ ഓൾറെഡി ക്യൂർഡ്. പോണൊരു ഹെവിലി ബ്ലോട്ടഡ് അപ്പ് ലൈ ആണെന്ന് തനിക്കറിയാം. ആ അറിവാണ് മോളുടെ മരുന്ന്. എൻ്റെ ആവശ്യമില്ല. ശരി, ഏതാണ് ഇഷ്ടമുള്ള സബ്ജക്റ്റ്? I love maths. ആ അത് നന്നായി. അല്ലെങ്കിലും ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണല്ലോ. സൂപ്പർ, സെയിം ഹിയർ. നമുക്കൊരു കാര്യം ചെയ്യാം. വെനെവർ യു ഫീൽ ലൈക്ക് വാച്ചിങ് പോൺ, നമുക്ക് പസിൽസ് എക്സ്ചേഞ്ച് ചെയ്യാം. യു ടെക്സ്റ്റ് മീ, ഐ ടെക്സ്റ്റ് യു ബാക്ക്. വെരി ടഫ് വൺസ്. ഫോർഗെറ്റ് എവറിത്തിങ് എൽസ്. ഇത് നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യും. ഡീൽ? Deal. ഗ്രേറ്റ്. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു ചെക്കണ്ടേ, അബ്ദു. ഓൻ ഇടയ്ക്കിടയ്ക്ക് പാടുന്ന ഒരു പാട്ടുണ്ട്. തൊടുവിരലിൻ തുമ്പാലെ തിരുനെറ്റിയിൽ. അതെ, രാവണപ്രഭുലല്ലേ? ആ അതന്നെ അതന്നെ. എന്തൊരു പാട്ടല്ലേ അത്. റിയലി ഗ്രേറ്റ് കോമ്പോസിഷൻ. അതൊന്ന് പാടുവോ? പിന്നെന്താ, കൂടെ പാടുവോ? അയ്യോ, ഞാൻ വെക്കട്ടെ. നിക്ക് വെക്കല്ലേ, ഞാൻ പാടാം. ഹൃദയത്തിൽ നിൻമോഹ പ്രണയത്തിൻ ഭാവങ്ങൾ പഞ്ചാഗ്നി നാളമായി എരിഞ്ഞിരുന്നു. ആഹാ, ഇതെപ്പോ എത്തി? പപ്പനെ പിക്കാൻ വരാൻ പറഞ്ഞിട്ട്. എടാ, ഊട്ടിന്ന് 6 hour ഡ്രൈവ്. അത് നീ ഒറ്റയ്ക്ക്. അത് റെസ്യൂമെന്റ് അല്ലേ? ആ ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ചക്കരെ റിയലി വോണ്ട് ടു ഹഗ് യു. പക്ഷെ അപ്പടി വേർപ്പാണ്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നാ മതി. അമ്മ, ഡു യു ഹാവ് ഫോർക്ക് ആൻഡ് നൈഫ്? അതെ, ഈ ഊട്ടി ഉണ്ടല്ലോ, അത്ര നല്ല സ്ഥലമൊന്നും അല്ല കേട്ടോ. എന്തോറ്റി? ചെക്കൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കെൻ്റെ പഴയ അപ്പുനെ മതി. ഒരു ഫോക്കും സ്പൂണും ചോദിച്ചാനാണോ? അതൊരു തുടക്കം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, എന്താ PS5 PUBG എന്നൊക്കെ പറഞ്ഞാൽ? എടി, അത് നമ്മുടെ പഴയ 70s കുട്ടിങ്കോലൊക്കെ തന്നെ. അതൊരു കമ്പ്യൂട്ടർ കയറ്റിന്നേ ഉള്ളൂ. നീ പേടിക്കല്ലേ. ഊട്ടിയിലെ കുട്ടികൾ എളുപ്പല്ലാട്ടാ. എളുപ്പല്ലാട്ടാ. ഇതിനെന്തോ ഒന്ന് ശ്രീധർ മാഷ് പറയലുണ്ടായിരുന്നല്ലോ. ആ, അന്യവൽക്കരണം. ചേച്ചി, നമ്മുടെ സാർ ഒരു കള്ള നാണയമാണ്. നിനക്ക് ഇത്തവണത്തെ ശമ്പളം തന്നില്ലടാ. ഛേ, എന്നെ അത്ര ചീപ്പായിട്ട് കാണരുത്. ഞാനൊരു മനഃശാസ്ത്രപരമായ അപഗ്രഥനമാണ് ഉദ്ദേശിച്ചത്. ഓ, സാർ അതാണോ ഉദ്ദേശിച്ചത്? അതെ, ഒള്ളി സൈക്കോളജിക്കൽ. പുള്ളിക്കാരൻ 3 ഭാഷയിലാണ് സംസാരിക്കാറ്. പത്മ ചേച്ചിയുടെ അടുത്ത് കോഴിക്കോടൻ ഭാഷ, ടോണി സാറിൻ്റെ അടുത്ത് കോട്ടയം, ബേഷ്യൻ്റെ അടുത്ത് അച്ചടി ഭാഷ. ഇതിൽ ശരിക്കും യഥാർത്ഥ മാടമ്പള്ളിയിലെ മനോരോഗി ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ. എനിക്കെന്നാ നേരെ തിരിച്ചാ തോന്നുന്നത്. പത്മ ചേച്ചിയുടെ കോമഡി ഡയലോഗിന്റെ പിന്നിലാണ് യഥാർത്ഥ നാഗവല്ലി. എന്താടാ എടാ, നീ എന്തെങ്ങനെ നോക്കുന്നേന്ന്? നീങ്ക അതുക്കും മേലെ ലൈറ്റ് ആയിട്ട് ചേച്ചി, ഞാനപ്പോൾ ഒളിഞ്ഞു നോക്കി എഴുതിയെടുത്തതെല്ലാം വെറുതെ.